BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പൊങ്കാല പൊങ്കാല ആയിരം മംഗമായി അമ്മയ്ക്കു നൽകും പൊങ്കാല 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 പൊങ്കാല. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിന്റെ വിവാദ പരാമർശം യു പ്രതിഭ ലീഗ് നേതാവിനോട് ക്ഷമിക്കണമോ എന്നായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വിവാദ പരാമർശം എന്തായിരുന്നു എന്ന് നോക്കാം. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ യു പ്രതിഭ MLA ആയിരുന്നപ്പോൾ ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷമായി ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനവും ചെയ്തിട്ടില്ല. വാക്ക് ചാതുരിയും ശരീരത്തിന്റെ അഴകും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എന്നുള്ള ഗുരുതരമായ സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു ഇർഷാദ് ചക്കാലശ്ശേരിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. UDFന്റെ കൺവെൻഷനിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം ഉയർന്നത്. ഇതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യു പ്രതിഭ വിതുമ്പിക്കരഞ്ഞിരുന്നു. വ്യക്തിപരമായ അധിക്ഷേപം നടത്തി തിരഞ്ഞെടുപ്പ് ചിത്രം മാറ്റാനാണ് UDF ശ്രമിക്കുന്നതെന്നും LDFും ആരോപിച്ചിരുന്നു. അതേസമയം ഇർഷാദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ ഇർഷാദ് ഉടൻ തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്നും വാക്കുകളെ അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നതാണെന്നും തന്റെ സംസാരത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഇർഷാദ് പറഞ്ഞിരുന്നു. ഇനി പോളിലോട്ട് കടക്കാം. 75% ആളുകളാണ് പ്രതിഭ ലീഗ് നേതാവിനോട് ക്ഷമിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നത്. ഇതിൽ 25% മാത്രമാണ് നോ എന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ലഭിച്ചിട്ടുള്ളത്. പ്രചാരണ പരിപാടികളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താവുന്നതാണ്. എന്നാൽ അതൊരു വ്യക്തിയിലേക്കോ വ്യക്തി അധിക്ഷേപങ്ങളിലേക്കോ നീങ്ങുമ്പോൾ അത് ഗുരുതരമായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പോൾ പ്രതിപക്ഷം പിണറായിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണോ എന്നതാണ്. ഇതിലും ആളുകളുടെ പ്രതികരണം എന്താണെന്ന് അടുത്ത ദിവസം അറിയാം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.